തെളിവുകൾ നിരത്തി വാദിച്ചു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ കടുത്ത വിമർശനം നടത്തിയത്. അഭിമാനത്തിൻ്റെ ലെവലേശമെങ്കിലും ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സ്വന്തം പദവി ഉപേക്ഷിക്കണം. പാമോയിൽ കേസ് പിൻവലിക്കണമെന്ന സർക്കാരിൻ്റെ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത്. സുപ്രീം കോടതിയുടെ പരിശോധനയിൽ ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. ഹൈക്കോടതി വിധിക്കെതിരെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനോ റിവ്യൂ ഹർജിയോ നൽകാതെ സർക്കാർ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പച്ചക്കള്ളം തട്ടിവിടുകയാണ് ചെയ്തത്. ഫലത്തിൽ പാമോയിൽ കേസിലെ പ്രതികളുമായി കൂട്ടുചേർന്ന് നിയമസംവിധാനം അട്ടിമറിക്കാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചത്. ഇത് സർക്കാരിൻ്റെ മുഖമുദ്രയും തട്ടിപ്പ് രാഷ്ട്രീയവുമാണ്. ക്രമസമാധാന പാലനത്തിൻ്റെ കാര്യത്തിലും ഈ സർക്കാരിൻ്റെ നിലപാട് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പെരുമ്പാവൂരിൽ ജിഷയെ പൈശാചികമായി കൊലപ്പെടുത്തിയ നരാധമന്മാരെ സംരക്ഷിക്കുകയാണ് പോലീസും ആഭ്യന്തര വകുപ്പും. ജിഷ വധക്കേസിൽ നീതിപൂർവകമായി അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെടുന്നവരെ എല്ലാം തല്ലിയൊതുക്കാമെന്നാണ് ആഭ്യന്തര വകുപ്പ് വിചാരിക്കുന്നത്. ഈ മാസം 4-ന് പെരുമ്പാവൂർ സമാധാനപരമായി പ്രതിഷേധ പ്രകടനം നടത്തിയ DYFI പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചു. ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിന് നേരെയും പോലീസ് നരനായാട്ട് നടന്നു. ഗുരുതരമായി പരിക്കേറ്റ പലരും ആശുപത്രിയിലാണ്. മഹസർ തയ്യാറാക്കുന്നതും പോസ്റ്റ്മോർട്ടം നടത്തുന്നതും തൊട്ട് ജഡം ഇരുചെറിയ അറിയാതെ ദഹിപ്പിച്ചു കളഞ്ഞതുവരെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ കാര്യങ്ങളും ദുരൂഹമാണ്. രാജ്യത്തെ നടുക്കിയ ഈ കൊലപാതകത്തിൻ്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനും തെളിവുകൾ നശിപ്പിക്കാനും ജിഷയുടെ അമ്മ നൽകിയ പരാതി മൂടിവെക്കാനും കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യുകയും യഥാർത്ഥ കൊലപാതകയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും വേണം. കേരളത്തെ തട്ടിപ്പുകളുടെ നാടാക്കാനാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ശ്രമിക്കുന്നത്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള റവന്യൂ റിക്കവറിയിൽ സ്റ്റേ സമ്പാദിച്ചതും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മരവിപ്പിച്ചു നിർത്തുന്നതും UDF-BJP ബന്ധത്തിൻ്റെ പാലം പണിയാൻ വേണ്ടിയാണ്. അതേപോലെ കളങ്കിത വ്യക്തിത്വങ്ങളുമായുള്ള UDF നേതാക്കളുടെ ബന്ധം കാരണം അത്തരക്കാർക്കെതിരായ പരാതികൾ ആരോരും അറിയാതെ കാർപ്പറ്റിനടിയിൽ തള്ളപ്പെടുന്ന റിസർവ് ബാങ്കിൻ്റെയും സെബിയുടെയും നിയമങ്ങൾ പാലിക്കാത്ത ബോബി ചെമ്മണ്ണൂരിനെതിരെ 2000 കോടി രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് ലഭിച്ച പരാതിക്ക് സംഭവിച്ചത് അതാണ്. ഞാൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതായി കണ്ടിട്ടില്ല. 9,000 കോടി രൂപ വെട്ടിച്ച വിജയമല്യയെ രാജ്യം വിടാൻ സഹായിച്ച മോഡി കേന്ദ്രത്തിലും അയാൾക്ക് 20 ഏക്കർ വിടാൻ സഹായിച്ച മോദി കേന്ദ്രത്തിലും അയാൾക്ക് 20 ഏക്കർ സർക്കാർ ഭൂമി പതിച്ചു കൊടുത്ത UDF കേരളത്തിലും ഭരണത്തിലിരിക്കുമ്പോൾ ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്നാണ് പ്രശ്നം. 3600 കോടി രൂപയുടെ ഹെലികോപ്റ്റർ
ഹെലികോപ്റ്റർ അഴിമതി വരെ എത്തി നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി ഒരു സംസ്കാരമായി മാറിയോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അത്ഭുതമില്ല. വോട്ടെടുപ്പിന് 4-5 ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ ഉമ്മൻചാണ്ടിയുടെയും UDF ഭരണത്തിൻ്റെയും ഇത്തരമെല്ലാ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണത്തെ തൂത്തെറിയാൻ തയ്യാറെടുത്തിരിക്കുന്ന ജനങ്ങൾ LDFനെ അതിഗംഭീരമായി ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുമെന്ന് ഉറപ്പാണ്. അതെ, ബാലൻ്റെ ബാലൻ്റെ ഒരു CD അത് ഇവരുടെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് പിന്നെന്താ ഇതിൻ്റെ കുറിപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞു. ബാലൻ അവർ വന്നാൽ CD ഒന്ന് പ്രകാശനം ചെയ്യാം. അങ്ങനെ അവർ വരും, ഒന്ന് വരും, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഇത് സഖാവ് VS അച്യുതാനന്ദൻ സാറിന് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സ്നേഹ സംഗീത സമർപ്പണമാണ്. അദ്ദേഹത്തെ പോലുള്ളൊരു യുഗ പ്രഭാവന് എന്നെപ്പോലൊരു മ്യൂസീഷ്യന് കൊടുക്കാവുന്ന ഒരു ആദരവാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. സന്തോഷത്തോടെ അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുകയാണ്. ഓപ്പൺ ചെയ്ത് ഇതേ സമയം തന്നെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും യൂട്യൂബിൽ കാണുകയും ചെയ്യും. ഒരു വീഡിയോ സോങ് ആണ്. VSനെ കുറിച്ചുള്ള. ശരി, ഇതിപ്പോൾ ആരാ റെക്കോർഡ് ചെയ്യുന്നത്? ഇത് ഈ സാധനം റെക്കോർഡ് ചെയ്യാം പറഞ്ഞ സമരസഖാവിന് എന്ന പേരിൽ ശ്രീ ബിജിപാൽ പുറത്തിറക്കുന്ന വീഡിയോ ആൽബത്തിൻ്റെ ഔപചാരികമായ പ്രകാശനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ വയലാർ ശരചന്ദ്ര വർമ്മയാണ് ഗാനം രചിച്ചത്. നമ്മുടെ നാടിനെ മൂല്യമുള്ള ഒരു ഇടമാക്കിയ വിപ്ലവ നായകരെ ഓർക്കുന്നു ഈ ഗാനത്തിലൂടെ. ഈ ഗാനം എനിക്ക് ഒരു സ്നേഹസമ്മാനമായി ശ്രീ ബിജിപാൽ സമർപ്പിക്കുന്നു. നന്നായി പോകുന്നുണ്ട്. നന്നായി പോകുന്നുണ്ട്. പെരുമ്പാവൂർ ദിശ കൊലപാതകം വേറെ ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കണോ? കാരണം പോലീസിന് ഇതുവരെയായി തുമ്പുണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും ഏജൻസിയെ, അതായത് കേന്ദ്ര ഏജൻസികളെ ഏതെങ്കിലും ഏൽപ്പിക്കണം. എന്താണ് അതേപ്പറ്റി ഇപ്പോൾ ഒന്നും അല്ലേ? അതെ, ഇതെങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് നിശ്ചയിക്കാം. ശരി, ശരിയോ? മലമ്പുഴയിൽ VS മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.